വെള്ളിയാഴ്ച ഇവിടെ വരുവാൻ ഇടയാക്കി തീർത്ത ദൈവത്തിന്റെ കരുണയെ സ്തുതിക്കുകയാണ്. ഏതെങ്കിലും ഭാഗമായിട്ട് വായിച്ചു കേട്ടത് വിശുദ്ധ മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ പരിചിതവും എന്നാൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമായ, ഒരുപക്ഷെ തിയോളജിക്കൽ വേൾഡിൽ ഗിരിപ്രഭാഷണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദഭാഗമാണ് ഇത്. വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം. അതിനകത്തുനിന്ന് 1-2 ആശയങ്ങൾ മാത്രം നിങ്ങളുടെ അടുക്കിലേക്ക് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്പസമയം കൊണ്ട് അതിന്റെ വാക്കിലെ ദിവസം ധരിച്ചോളാം. അതിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്: അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ഉടനെ മാലാഖമാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്നൊരു വാക്യം. എനിക്ക് അതിനകത്തുനിന്ന് ഒന്നാമത്തെ ഒരു ആശയമായിട്ട് പറയുവാനായിട്ട് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കൂടുതൽ ശരണം പ്രാപിക്കുവാൻ വേണ്ടി ഒന്നാമത്തെ ആശയമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ചുറ്റും നാം തന്നെ ഒരു വേലി തീർക്കണം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരാഹ്വാനമായിട്ടാണ് ഇതിനകത്ത് എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുദമ്പുരാൻ തന്റെ അടുക്കിലേക്ക് അടുത്ത പിശാചിനെ അടുത്തു വയ്ക്കാനോ ചേർത്ത് വയ്ക്കുവാനോ ഉണരുവാനോ കെട്ടിപ്പിടിക്കുവാനോ ഒന്നുമല്ല ശ്രമിക്കുന്നത്. താൻ തനിക്ക് തന്നെ ഒരു വേലി കിട്ടുകയാണ്. അതുകൊണ്ട് ആ പത്രോസ് അപ്പോസ്തലൻ ചെന്നിട്ട് സന്തോഷത്തോടെ സൂചിപ്പിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യം പോലും അല്ല എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുക. ഈ നമ്മുടെ നാട്ടിലെ നിങ്ങൾക്കറിയാം, തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ നിന്ന് എപ്പോഴും തമ്പുരാട്ടിമാര് ഉണ്ടാകാറുണ്ട്. ആ തമ്പുരാട്ടിമാരുടെ ഇപ്പോൾ ഉള്ള തമ്പുരാട്ടി പറഞ്ഞൊരു കാര്യമുണ്ടോ, സ്ത്രീക്ക് ചുറ്റും തന്നെ ഒരു വേലി കെട്ടിയാൽ അതിനെ ഭേദിച്ചു വരാൻ ആർക്കും കഴിയുകയില്ല എന്ന്. ഒരുപക്ഷെ നോയമ്പിലെ നമ്മളെ ഭരിക്കേണ്ട പ്രധാനപ്പെട്ട ചിന്ത ഇത് തന്നെയാണ്. എനിക്ക് ചുറ്റും ഞാനൊരു വേലി തീർക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് ചുറ്റും ഞാനൊരു വേലി കെട്ടേണ്ട ആവശ്യം. നമ്മുടെ ഇവിടെ അമേരിക്കയിൽ നിന്ന് വന്നപ്പം വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ അധികം മതിലുകളില്ലാത്ത ഒരു ലോകമായിട്ട്, ആർക്കും എങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാവുന്ന ഒരു ലോകമായിട്ട് വീടുകളുടെ ബൗണ്ടറി കാണാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വത്തിന് വേണ്ടി നമ്മൾ ഈ ബൗണ്ടറി ശക്തമായി കിട്ടും. 8 അടി 10 അടി കളരത്തി വരെ, ഒരുപക്ഷെ വീടിനേക്കാളും കളരത്തി വരെ നമ്മൾ ബൗണ്ടറി കെട്ടുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ. എന്നാൽ ഇവിടെ നിങ്ങൾ അങ്ങനെ കാണുന്നില്ല. അത് ഈ സ്വത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ബൗണ്ടറി അല്ല. അവിടെ കെട്ടുന്നത് അതിനു വേണ്ടിയാണെങ്കിൽ തിരുവചനത്തിൽ കൂടി എനിക്ക് ദൈവം പറഞ്ഞു തരുന്ന ചിന്തയായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്, സ്വത്തിന് ചുറ്റുമല്ല ബൗണ്ടറി കെട്ടേണ്ടത്, എനിക്ക് ചുറ്റും ഒരു ബൗണ്ടറി കെട്ടണം. അത് ആത്മീയമായി ഭേദിച്ചു പോകാത്ത രീതിയിൽ ഒരു ബൗണ്ടറി. എന്റെ ആത്മീയതയിലേക്ക് മറ്റൊരാൾ കയറി എന്റെ ആത്മീയത നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു ബൗണ്ടറി എനിക്ക് കെട്ടണം. 2, എന്റെ നല്ല റിലേഷൻഷിപ്പിൽ ഒരു ബൗണ്ടറി കെട്ടണം. അത് ഭൗതികമായ ഒരു ബൗണ്ടറി തന്നെയാണ്. പല സാഹചര്യങ്ങളിലും നമ്മൾ കെട്ടുന്ന ഈ ബൗണ്ടറി ഭേദിച്ച് പലർക്കും വരാനായിട്ട് സാധിക്കുന്നില്ല. എവിടെയൊക്കെയോ ഈ ബൗണ്ടറിക്ക് ഒരു ചെറിയ വിട ഉണ്ടായി കൊടുക്കുമ്പോഴാണ് ചില ആളുകൾ അത് ഭേദിച്ച് ട്രെസ്പാസേഴ്സ് നമ്മൾ വിളിക്കുന്ന പോലെ കയറി വന്നിട്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. 2 തലത്തിലും വളരെ അർത്ഥവത്തായിരിക്കുന്ന കാര്യം, ചിന്തയിലേക്ക് വരേണ്ടിയ വലിയ സത്യമായ കാര്യം. നോയമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ സഹോദരങ്ങളെ, ഞാൻ ആലോചിച്ച് നോക്കാറുണ്ട്, എന്നാ ഈ ഇറച്ചി മീനും കൂട്ടി എന്നെ എത്ര പ്രശ്നമില്ല, എന്നാ ഈ മുട്ട കൂട്ടിയ പ്രശ്നമില്ല. അതിനൊരു കുഴപ്പമേ ഉള്ളൂ. ഈ കാലഘട്ടങ്ങളിലും യു മസ്റ്റ് സക്സീഡ്. നീ അതിനെ വിജയിക്കാനായിട്ട് നിനക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു വേലിക്കെട്ട് നിനക്ക് ആക്കി വയ്ക്കാനായിട്ട് കഴിയുന്നുണ്ടോ? രാവിലെ വൈകിട്ടെങ്കിലും പ്രാർത്ഥിക്കാനുണ്ട്. ഞാൻ ഈ ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അച്ഛനാണ്. ഞാൻ ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്നത് എനിക്ക് വളരെ വ്യക്തമായ ബോധ്യത്തോടു കൂടി തന്നെയാണ്. പഴയ കാലങ്ങളിൽ വ്യത്യസ്തമായി തിരികൂടെ ബോധ്യത്തോടു കൂടി തന്നെയാണ്. ഞാൻ ആ ഫേസ്ബുക്കിനകത്ത് എനിക്കോട് വന്ന സമയമായിട്ട് എനിക്ക് പിന്നീട് അതിന്റെ ചോദ്യങ്ങൾ ഇടാൻ പറ്റിയില്ലെന്നുള്ളേ ഉള്ളൂ. ഞാൻ നോയമ്പ് നോക്കുന്നവരാണോ എന്നുള്ള രീതിയിൽ ചോദ്യം ഇട്ടു. അതിനുശേഷം പിന്നീട് ഞാൻ എന്റെ ചോദ്യം രസകരമായിരുന്നു. അതിനകത്ത് ഇങ്ങനെയാണ്: നീ നോയമ്പ് നോക്കുന്നുണ്ടോ? എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ടോ? നോയമ്പ് നോക്കുന്നവരൊക്കെയാണ് നോയമ്പ് നോക്കുന്നത് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല ഇവിടുത്തെ കാര്യം. നമ്മുടെ നാട്ടിൽ നോയമ്പ് നോക്കുന്നു പറയാൻ എളുപ്പമാണ്. പക്ഷെ വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു നല്ല ഫെൻസിങ് എന്റെ ആത്മീയതയ്ക്ക് ചുറ്റും എനിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓറ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത് സ്വയം ജനറേറ്റ് ചെയ്യുന്നു, അല്ലാണ്ട് ഇങ്ങോട്ട് കൊണ്ടുതരുന്നത്. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ ഒക്കെ ആ ഓറയെ ഭേദിച്ച് ഒരു പിശാചിനും കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലന്റെ ഓറയെ ഭേദിച്ച് ഒരു പൈശാചിക ശക്തിക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായ ആ ഓറയാണ് നമ്മളെ ശക്തീകരിക്കുന്നതെന്ന് ഒന്നാമതായിട്ട് ഓർമ്മിക്കട്ടെ. രണ്ടാമതായിട്ട് ഈ വേദഭാഗം പറയുന്നുണ്ട്,
നീ നിന്റെ ശക്തി യഥാർത്ഥമായി തെളിയിക്കുമ്പോൾ നിനക്ക് ചിലപ്പോഴും ക്ഷീണം വന്നേക്കാം. ആ ക്ഷീണം വരുന്നിടത്ത് മാലാഖമാരെ ദൈവം നിന്നെ ശുശ്രൂഷിക്കാനായിട്ട് അയക്കും. മാലാഖമാരെ ദൈവം നിന്നെ ശുശ്രൂഷിക്കാനായിട്ട് അയക്കും. ചില സമയത്തൊക്കെ നമ്മൾ ഏറെ പണിപ്പെടേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ലോകത്ത് ഇവിടെ പ്രത്യേകിച്ച് ഈ നാട്ടിലൊക്കെ വന്നു കഴിയുമ്പോൾ ആത്മീയമായി ജീവിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രതിസന്ധിയുള്ള കാലഘട്ടം തന്നെ, ഏറെ പ്രതിസന്ധിയുള്ള കാര്യം തന്നെ. അവിടെ ചിലപ്പോഴായിരിക്കും നമ്മളൊന്ന് തളർന്നു വീഴാൻ പോകുന്നു. ദൈവത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്റെ സഹായത്തിന് മാലാഖമാരെ വരും, യാതൊരു സംശയമില്ല. അങ്ങനെ മാലാഖമാര് വന്ന ചരിത്രവും പാരമ്പര്യവും ഒക്കെ വേറുന്നവരാ നമ്മൾ. ഇപ്പൊ ഒരു പക്ഷെ നമ്മൾ തന്നെ മറന്നു പോയെന്നുള്ളതേ ഉള്ളൂ. ഒരു കാലഘട്ടത്തില് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ശക്തമായ ദൈവവിശ്വാസത്തിന്റെ ഫലമായി ഉണ്ടാക്കിയെടുത്ത അല്ലെ ഉണ്ടായി വന്ന അനുഗ്രഹങ്ങളെ ഈ കാലഘട്ടത്തിലെ ഞാനും സുഹൃത്തച്ഛനും നിങ്ങളൊക്കെ അനുഭവിക്കുന്നവരായിട്ട് മാറുക. ആ ഓർമ്മയെ നമ്മളെ ഭരിക്കണം. എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ സഹായിക്കുന്നവനാണ്, എന്നെ ശുശ്രൂഷിക്കുന്നവനാണ്, എനിക്ക് വേണ്ട തരാൻ കഴിവുള്ളവൻ. എവിടെയൊക്കെയോ ഈ ചിന്ത നഷ്ടപ്പെട്ടപ്പോഴാണ് നമ്മുടെ ആധ്യാത്മികതയായിരുന്നാലും ഭൗതികതയായിരുന്നാലും തോന്നിയ രീതിയിലായി തീരുമാനമായിട്ട് ഇടയായത്. ഒന്ന് തിരിച്ചു വരാൻ ഇടയാകട്ടെ. എന്റെ ദൈവം എന്നെ കരുതുന്നവനാണ്. എനിക്ക് വീഴ്ചകളും താഴ്ചകളും ഒക്കെ വരുമ്പോൾ എന്നെ സ്നേഹിക്കാനും എന്നെ കരുതാനും എനിക്കൊരു ദൈവമുണ്ട്. ഈ രണ്ട് ചിന്തകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയാണ്. എനിക്കറിയാം ഇവിടുത്തെ ബിസി ഷെഡ്യൂളുകളാണെന്ന് എനിക്ക് അറിയാവുന്നുണ്ട്. ഞാൻ കൂടുതൽ വാക്കുകൾ ഈ സാധാരണ കൺവെൻഷൻ പോകുമ്പോൾ പറയുന്ന പോലെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ മാത്രം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, എന്റെ ചുറ്റും ഞാനൊരു വേലി കെട്ടണം. എന്റെ ആത്മീയതയെ ഉറച്ചു നിൽക്കാൻ തക്കവണ്ണം ഞാനൊരു വേലി കെട്ടേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് ഉറച്ചു വിശ്വസിക്കണം, എനിക്ക് ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ ശുശ്രൂഷിക്കാൻ, എന്നെ സ്നേഹിക്കുന്നവനാണ്, എന്നെ കരുതുന്നവനാണ്, എനിക്ക് ചുറ്റും മാലാഖമാരുടെ വൃന്ദത്തെ അയക്കാൻ തയ്യാറുള്ളവനാണ്. ഇന്ന് വരെ എന്നെ അങ്ങനെയാണ് വഴി നടത്തിയത്. വല്ല നാട്ടിൽ നിന്നും ഈ നാട്ടിലെത്തി ഇവിടെ ഇങ്ങനെ ജീവിക്കാമെന്ന് നമ്മളൊക്കെ ചിന്തിച്ചെങ്കിലും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചിന്തിച്ചില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ആൽബനിയിലെ ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എന്റെ അപ്പച്ചൻ സ്വപ്നത്തിൽ വിശ്വസിച്ചിട്ടില്ല, ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യം. അവിടെ ദൈവത്തിലേക്ക് നമ്മളെയൊക്കെ, ഞാൻ എന്റെ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ആ ബോധത്തിൽ ജീവിക്കാൻ നമുക്ക് ഇടയാകട്ടെ. ഏറെ